സോ ബിഗ് ബോസ് മലയാളം സീസൺ 7 12 ആഴ്ചകൾ കഴിഞ്ഞു. മൊത്തം 8 കണ്ടസ്റ്റൻസ് ആണ് നിലവിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉള്ളത്. ഇതിൽ ഇനി ടോപ്പ് 5 ആരൊക്കെയാണ്, ടോപ്പ് 5ലേക്ക് ആരായിരിക്കും വരാൻ പോകുന്നത് എന്നൊക്കെ നിങ്ങൾ പ്രേക്ഷകരെല്ലാം നോക്കിയിരിക്കുകയാണ്. നമ്മൾ മുൻപും ഒരു ടോപ്പ് 5 പ്രഡിക്ഷൻ അല്ലെന്നുണ്ടെങ്കിൽ ടോപ്പ് 5ലേക്ക് നമ്മൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റാവുന്ന വരാൻ സാധ്യതയുള്ളവരുടെ ഒരു ലിസ്റ്റും കാര്യങ്ങളും ഒക്കെ ഇട്ടു. എന്നാൽ ഈ ഒരു 12ാമത്തെ ആഴ്ച കഴിയുമ്പോൾ മൊത്തത്തിൽ ഒന്ന് തകിടം മറിഞ്ഞു എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. പ്രതീക്ഷകളൊക്കെ ഒന്ന് തെറ്റിച്ചുകൊണ്ട് വേറെ പലരും ടോപ്പ് 5ലേക്ക് വരാനുള്ള സാധ്യതകൾ കാണിച്ചിട്ടുണ്ട്. വേറെ പലരും ടോപ്പ് 5നുള്ളിൽ കൺഫേം ആയിട്ട് വന്നിട്ടുണ്ട്. സോ നമുക്ക് ഈ ടോപ്പ് 5 ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിലവിൽ നമ്മുടെ 8 കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത് അനീഷ്, നെവിൻ, അതുപോലെ തന്നെ അൻമോൾ, അക്ബർ, നൂറ, സാബുമാൻ, ആദില, ഷാനവാസ് 8 കണ്ടസ്റ്റൻസ് ആണ് നിലവിൽ സീസൺ 7ൽ നിൽക്കുന്നത്. ഇനിയിപ്പോ 2 ആഴ്ചകൾ കൂടി മാത്രമേ ഉള്ളൂ. അതിൽ ഒരാഴ്ച കൂട്ടിയാൽ മതി. ലാസ്റ്റ് എന്ന് പറയുന്നത് ഫിനാലെ വീക്കാണ്. അപ്പോൾ ഒരാഴ്ചകൾ കൂടി മാത്രമേ ഉള്ളൂ. ടോപ്പ് 5ലേക്ക് അപ്പോൾ ആര് വരുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഓൾറെഡി ടിക്കറ്റ് ടു ഫിനാലെ വിൻ ചെയ്തത് കൊണ്ട് തന്നെ നമ്മുടെ നൂറ ടോപ്പ് 5ലേക്ക് എത്തിക്കഴിഞ്ഞു. ഫസ്റ്റ് ടോപ്പ് 5 കണ്ടസ്റ്റന്റ് ആണ്. സോ നമുക്ക് നൂറയോടൊപ്പം ആരൊക്കെ ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 7ൽ ടോപ്പ് 5ൽ ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. നിലവിൽ നമുക്ക് പ്രേക്ഷക പിന്തുണ വെച്ച് ഗെയിമും കാര്യങ്ങളും ഒന്നും ഇനി നോക്കേണ്ട കാര്യങ്ങളില്ല. പക്കാ പ്രേക്ഷകരുടെ പിന്തുണ മാത്രം നോക്കിയാൽ മതി. അത് നെഗറ്റീവ് ഓർ പോസിറ്റീവ്, പ്രേക്ഷകർ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, പ്രേക്ഷകരുടെ വോട്ടുണ്ട്, അല്ലെങ്കിൽ PR ഏജൻസി വഴി വോട്ട് കിട്ടുന്നു, ഇതൊന്നും ഇനി നമുക്ക് ചിന്തിക്കേണ്ട കാര്യങ്ങളിൽ സംസാരിച്ചിട്ടും കാര്യമില്ല. ഓൾറെഡി എല്ലാം കഴിഞ്ഞു, ഗെയിമും കഴിഞ്ഞു. ഇനി കംപ്ലീറ്റ്ലി വോട്ട് വരുന്നവർ മാത്രമായിരിക്കും മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ വോട്ട് വരുന്നവരായിരിക്കും വിജയിക്കാൻ പോകുന്നത്. സോ നിലവിലത്തെ സാഹചര്യത്തിൽ പ്രേക്ഷക സപ്പോർട്ടും പ്രേക്ഷക പിന്തുണയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഷാനവാസ്, അനീഷ്, അനിമോൾ ഈ 3 പേരും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ, ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നൊരു പുറത്താക്കലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ലെങ്കിൽ ടോപ്പ് 5ൽ ഉറപ്പിച്ച കണ്ടസ്റ്റൻസ് തന്നെയാണ്. അത് ഏകദേശം തുടക്കം മുതൽ ഇവര് നമ്മൾ ടോപ്പ് 5ൽ പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ്. വേറെ പ്രശ്നങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഇവരൊക്കെ ടോപ്പ് 5ൽ ഉണ്ടാകുമെന്നത്. സോ നമ്മുടെ നൂറയോടൊപ്പം ഷാനവാസ്, അനീഷ്, അനിമോൾ ഇവർ 3ഉം ടോപ്പ് 5 ഏതാണ്ടൊക്കെ ഉറപ്പിച്ചു കഴിഞ്ഞ കണ്ടസ്റ്റൻസ് ആണ്. സോ 4 പേരായി. ഇനി 5ാമത്തെ കണ്ടസ്റ്റന്റ് ആരായിരിക്കും എന്നാണ് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബർ ഉണ്ട്, അതുപോലെ തന്നെ സാബുമാൻ ഉണ്ട്, ആദിലയുണ്ട്, നെവിൻ ഉണ്ട്. ഇവരാരായിരിക്കും ടോപ്പ് 5നുള്ളിൽ വരാൻ പറ്റുക? ഇതിൽ ആദിലയുടെ കേസ് നോക്കിക്കഴിഞ്ഞാൽ നൂറയും ആദിലയും കൂടെ ഒന്നിച്ച് ടോപ്പ് 5ലേക്ക് ഇടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഇനി വോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി ബിഗ് ബോസ് ചിലപ്പം ഇട്ടേക്കാം. ഇനി സാഹചര്യങ്ങൾ എങ്ങനെയാണ് അതിനനുസരിച്ചായിരിക്കും ബിഗ് ബോസിന്റെ ഒരു ഗെയിം ഇനി നടക്കാൻ പോകുന്നത്. സോ അതല്ലെങ്കിൽ ഒരു പണപ്പെട്ടി ടാസ്ക് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആദില മിക്കവാറും പണപ്പെട്ടി എടുത്ത് പോകാനാണ് സാധ്യത കൂടുതൽ. ഓൾറെഡി നൂറ ടോപ്പ് 5ൽ ഉള്ളത് കൊണ്ട് തന്നെ ആദില പണപ്പെട്ടിയും എടുത്ത് പോകുകയും തങ്ങളുടെ 2 പേരുടെ കൂടെ വോട്ടും ഒരാളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ആദില അങ്ങനെ ഒരു ഗെയിം കളിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ആദിലിനെ നമുക്ക് ടോപ്പ് 5ൽ നിന്ന് മാറ്റി നിർത്താം. അത് വേറെ എന്തെങ്കിലും സാഹചര്യത്തിൽ വന്നാൽ മാത്രമേ ടോപ്പ് 5ലേക്ക് വരികയുള്ളൂ. അവസരമുണ്ടെങ്കിൽ ആദില പണപ്പെട്ടി എടുത്ത് പുറത്തേക്ക് പോകാനുള്ളത് നല്ലൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ടോപ്പ് 5ൽ നിന്ന് ആദിലയെ നമുക്ക് മാറ്റി നിർത്താം. അടുത്തത് നമ്മുടെ നെവിനും അതുപോലെ തന്നെ നമ്മുടെ സാബുമാനും. ഇവർക്ക് പൊതുവെ വോട്ട് കുറവാണ്. ഇവർ ടോപ്പ് 5ലേക്ക് വരുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സംശയമുണ്ട്. അക്ബർ കൂടി ഉള്ളത് കൊണ്ട് തന്നെ പൊതുവെ ബിഗ് ബോസിന് ഒരു കുറച്ച് ഫേവറിസം ഒക്കെ ഉള്ളത് അക്ബറിനോടാണ്. സോ ബിഗ് ബോസ് തന്നെ അക്ബറിനെ എങ്ങനെയെങ്കിലും ടോപ്പ് 5നുള്ളിലേക്ക് കയറ്റി വിടാനുള്ള സാധ്യതകളുണ്ട്. അതല്ലെങ്കിൽ വോട്ടൊക്കെ അത്രയ്ക്കും തീരെ കുറവാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സാബുമാൻ അല്ലെങ്കിൽ നെവിൻ ടോപ്പ് 5ലേക്ക് വരത്തുള്ളൂ, അക്ബറിനെ പിന്നിലാക്കിക്കൊണ്ട്. ഇതുവരെയും നമ്മുടെ സാബുമാൻ സൈലന്റ് ആയിട്ട് മറ്റുള്ളവരുടെയൊക്കെ PR-ന്റെ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള ഫാൻസ് ഒക്കെ വോട്ട് മറിച്ച് തട്ടിക്കൂട്ടിയൊക്കെ സാബുമാൻ ഇവിടം വരെ പിടിച്ചെത്തി. പക്ഷേ ടോപ്പ് 5ലേക്ക് എത്താനുള്ള സപ്പോർട്ടൊക്കെ ഇനി കിട്ടുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. കാരണം ബാക്കി എല്ലാ കണ്ടസ്റ്റൻസും വിഷനിലേക്ക് വരികയും അപ്പോൾ അവർക്കൊക്കെ PR ഏജൻസി ആണെന്നുണ്ടെങ്കിലും അവരുടെ പ്രേക്ഷക സപ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ പോലും അവരൊക്കെ അവരവരുടെ ഇഷ്ടമുള്ള താല്പര്യമുള്ള കണ്ടസ്റ്റൻസിന് വോട്ട് കൊടുക്കുമ്പോൾ ഒരു വോട്ട് മറിക്കലും അവിടെ നടക്കത്തില്ല. സോ സാബുമാനൊക്കെ അടുത്ത വീക്കുകളിൽ തന്നെ, ഏറ്റവും അടുത്ത വിഷനിൽ തന്നെ സാബുമാനൊക്കെ പുറത്തേക്ക് പോകും. അതുപോലെ തന്നെ നെവിനാണെന്നുണ്ടെങ്കിലും പുറത്തേക്ക് പോകാനാണ് സാധ്യത കൂടുതൽ. സോ എന്റെ ഒരു നിഗമനത്തിൽ ബിഗ് ബോസ് മലയാളം സീസൺ 7ലെ ടോപ്പ് 5 എന്ന് പറയുന്നത് നൂറ, അതോടൊപ്പം തന്നെ ഷാനവാസ്, അനീഷ്, അനുമോള്, അക്ബർ എന്നീ 5 പേരാണ് ഞാൻ പറയാൻ പോകുന്ന ടോപ്പ് 5 എന്ന് പറയുന്നത്. ഇതിൽ ഇനി അക്ബറിനെ റീപ്ലേസ് ചെയ്ത് മറ്റൊരു കണ്ടസ്റ്റന്റ് വരുമോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ പ്രേക്ഷകർ പറയുക. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരൊക്കെ ആയിരിക്കും ഈ ഒരു സീസണിൽ ടോപ്പ് 5 കണ്ടസ്റ്റൻസ് ആയിട്ട് എത്താൻ പോകുന്നത് എന്നൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.